2025 തുടക്കം മുതൽ കണ്ട് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കാ കർത്താവിനോട് പറഞ്ഞേ, ഞങ്ങളുടെ ആരുന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്, ദൈവം നമ്മെ നിർത്തിയതാണ്. നടത്തിയ വിധങ്ങളെ ഓർക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ മറ്റ് കർത്താവേ, 2025 അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം. അത് 2024 പോലെയല്ല, അധികമായിട്ടുള്ള കൃപ. ഉയരത്തിലുള്ള ശത്രുക്കളും വാദിച്ച സ്ഥലങ്ങളിൽ ദൈവം നമ്മെ പിടിച്ചു നിർത്തിയില്ലേ? ഉയരത്തിൽ നിന്ന് ശത്രുക്കളും വാദിച്ച ഇടങ്ങളിൽ ദൈവം നമ്മെ പിടിച്ചു നിർത്തിയില്ലേ? അതുകൊണ്ട് പറഞ്ഞ ഈ 2025 ഞങ്ങളെ തകർക്കുവാൻ നോക്കിയ ശത്രുവിന്റെ മേലുള്ള ആ ജയത്തിന്റെ ഘോഷം ഞങ്ങളുടെ ഭവനത്തിൽ വിടലോ, നീതിമാന്മാരുടെ കൂടാരത്തിലോ എന്നും ഉല്ലാസത്തിന്റെ ഘോഷം. യേശുവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. ഇനിയും ഞങ്ങളുടെ കൃപ തോന്നി നടത്തണമേ. ഇത്രത്തോളം നടത്തിയതേക്കായി നന്ദി യേശുവേ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്ന രാജാവേ, ഹല്ലേലൂയ. ഞങ്ങളെ സ്തുതിക്കുന്ന രാജാവേ, ഹല്ലേലൂയ. ചില മിനിറ്റുകൾ കൂടി നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. അക്ഷരീകമായിരിക്കുന്ന കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറന്ന് ചില മിനിറ്റുകൾ ദൈവചിതാനും മനസ്സമായി നിൽക്കരുത്. 2024 ആദ്യത്തെ ഞായറാഴ്ച കാണുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവസരം നൽകിയില്ല. ഓർത്തു നോക്ക്, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും കർത്താവ് ക്ഷമിക്കുന്നത് കൊണ്ടാണ് ഈ ആണ്ടിന്റെ അവസാനത്തെ ഞായറാഴ്ച നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, പല സാഹചര്യത്തിലും അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും കർത്താവ് ഞങ്ങളെ നടത്തുന്നുണ്ടല്ലോ. ഈ ഭൂമിയിൽ ഇനിയും താമസിക്കണമെന്നും ഈ ഭൂമിയിലെ നന്മകൾ ഇനിയും അനുഭവിക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിച്ചവർ പലരും നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കൺമണിക്ക് തുല്യം കാത്തു പരിപാലിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തോടെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ആരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നടത്തിയ വിധം കൊണ്ടവണ്ണം ഈ പകലിൽ എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? നമുക്കൊരു നാൾ കൂടെ പാടുവാൻ, നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല 2025 തുടക്കം മുതൽ അവസാനം വരെ കാണുവാൻ കഴിയുമെന്ന്. പക്ഷെ പ്രത്യാശയോടെ നമുക്ക് ഒരു കാര്യം പറയുവാൻ കഴിയും. ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്നവർ അനേകർ പേർ ഈ ലോകം വിട്ടുപോയപ്പോൾ നമുക്കൊരു നാൾ കൂടെ ആ പദം നമ്മൾ പറയണം. ഒരു നാൾ കൂടെ കർത്താവിനെ പാടുവാൻ അവസരം നൽകിയുള്ളൂ. നന്ദിയോടെ കർത്താവിനെ പറഞ്ഞേ, കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് പാടി സ്തുതിക്കുവാൻ ഒരു നാൾ കൂടി ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയ്ക്കായി നന്ദി യേശുവേ. ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്നവർ എത്ര
സഹായം